വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. കോട്ടൺ തന്നെ കുറച്ചും കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതിനും കുറച്ചും കൂടെ ഒരു വ്യത്യസ്ത സ്റ്റൈലിലുള്ളൊരു പാറ്റേൺ ആണ് കാണുമ്പോൾ വളരെ ലിമിറ്റഡ് ആണ് ഇത് വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഇങ്ങനത്തെ പാറ്റേൺ നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇതുണ്ട്. എൻ്റെ ദാമൻ ബോർഡർ വളരെ ഹെവിയാണ്, അതും മൾട്ടി കളേർഡ് സ്ട്രൈപ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഇതുണ്ട്, ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ കളർ ഷെയ്ഡ്സിലായിരിക്കും അതിൻ്റെ ദുപ്പട്ടയും ബോട്ടവും പെയർ ചെയ്തേക്കും. കുറച്ചൊരു വെറൈറ്റി സ്റ്റൈലാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോട്ടം ഈ കളർ കോൺട്രാസ്റ്റ് കൊടുക്കേണ്ട, എല്ലാവരുടെയും കയ്യിൽ കാണും ഈ ലൈൻസിലുള്ള ഏതെങ്കിലും കളർ ഷീറ്റ്സ്, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഓഫ് വൈറ്റ് അല്ല വൈറ്റ് കാണും, അതായിട്ട് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ഐറ്റം ആണ് ഇത് വന്നേക്കുക. ഫസ്റ്റിൽ പിങ്കിൻ്റെ കോംബോ, സെക്കൻഡിൽ ഹൈലൈറ്റഡ് ആയിട്ട് യെല്ലോ ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുക. അടുത്തതിൽ വരുമ്പം ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് പീച്ച് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുക വിത്ത് വാട്ടർ സീക്വൻസ്, ചെറിയ കട്ട് വർക്ക് ഡിസൈൻ. അടുത്തതിൽ വരുമ്പം ഒരു ബ്ലൂ ഷെയ്ഡാന്ന് തോന്നുന്നു, ടോക്യൂസ് ബ്ലൂ. വീഡിയോയിൽ ചിലപ്പോൾ അത് ബ്ലൂ വരുന്നത് ഗ്രീൻ ആയിട്ടായിരിക്കും, നേരിട്ട് കാണുമ്പോൾ കുറച്ചൊരു ടോക്യൂസ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ചെറിയൊരു ഗ്രീൻ്റെയും കൂടെ മിക്സ് വരുന്നുണ്ട്. 4 കളർ ഷെയ്ഡ്സേ ഉള്ളൂ. സോ ഇതുണ്ടോ, ദാമൻ നല്ല ഹെവി ദാമൻ വർക്കാണ് ചെയ്തേക്കുക. വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് ഈ ബ്ലൂ വരുന്നത്. അത്രയും ഡാർക്ക് അല്ല, ടക്കൂസ് ബ്ലൂ തന്നെയാണ്. ഫുൾ മൾട്ടി കളേർഡ് സ്ട്രൈപ്സ് വിത്ത് എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള ഡിസൈൻ ആണ്, നല്ലൊരു കോട്ടൺ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. ബാക്കിൽ വരുമ്പോഴും ഇതുപോലെ ഫുൾ ആ ഒരു മൾട്ടി കളേർഡ് സ്ട്രൈപ്സ് ആണ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ള. ബാക്കിൽ വരുമ്പം നല്ല വിഡ്ത്തും ആൻഡ് ലെങ്തും ഉണ്ട്. സോ എല്ലാവർക്കും വളരെ കംഫർട്ടായിരിക്കും. ഇങ്ങനെ വരും അതിൻ്റെ ടോപ്പ്. അപ്പോൾ ഈ കോമ്പിനേഷനുള്ള ഏത് ബോട്ടം വേണമെങ്കിലും നമുക്ക് ഈ ഡിസൈൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. ദുപ്പട്ട ഇതിൽ ഒരു സിംഗിൾ കളറിലാണ്, ആ എംബ്രോയ്ഡറി കൂടുതൽ ഏത് കളറിലാണോ കൊടുത്തേക്കുന്നത് ആ ഒരു ഷെയ്ഡിലാണ് എൻ്റെ ദുപ്പട്ട പെയർ ചെയ്തേക്കുക. ഇങ്ങനെയാണ് എൻ്റെ ലുക്ക്. സോ അപ്പോൾ അടുത്ത കളറിൻ്റെ കോമ്പിനേഷൻ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഏതാണോ കൂടുതൽ എംബ്രോയ്ഡറിയിൽ ഹൈലൈറ്റഡ് ആ ഒരു കളർ കോമ്പിനേഷനിലായിരിക്കും അതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം സെറ്റ് ചെയ്തേക്കുക. ബ്യൂട്ടിഫുൾ ഡിസൈൻ, കോട്ടൺ ഫാബ്രിക് ആണ്. യൂഷ്വൽ സ്റ്റൈലിലും കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിലാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത്. 1295 പ്രൈസ്. സോ അടുത്ത കോംബോ ഇതുപോലെ ഒരു ഡീപ്പ് യെല്ലോയുടെ കോമ്പിനേഷനാണ്. ഇത് കൂടുതലും ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ അല്ലാതെ 2 സൈഡ്സിലായിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ലുക്ക് വരിക. ഈ ദുപ്പട്ടയും ബോട്ടം കോൺട്രാസ്റ്റ് വന്നേക്കുന്നത് തന്നെ. ആൻഡ് വർക്ക് ആണെങ്കിലും മെയിൻലി ദാമൻ പോർഷനിലാണ്. ആൻഡ് ഓൾ ഓവർ ഇതുപോലെ എംബ്രോയ്ഡറി സ്പ്രെഡ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വർക്കൊക്കെ ഫുൾ കാണാൻ പറ്റും. അപ്പം വൺ സൈഡ് ഇടേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനത്തെ കോട്ടണിൽ. നല്ലൊരു സെറ്റ് പാറ്റേൺ ആണ്. യൂഷ്വൽ പാറ്റേണിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് വന്നേക്കുക. വേണ്ട ഒരു ഫാസ്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തത്. സോ അടുത്തതിൽ കോമ്പിനേഷൻ കണ്ടോ, ഒരു നല്ലൊരു പിങ്കിൻ്റെ കോമ്പിനേഷനാണ് കൂടുതലും ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ സ്ട്രൈപ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കോംബോയും നമ്മൾ കണ്ടു. അതായത് ഈ ഒരു ഓറഞ്ച് വരുന്നുണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ടോക്യൂസ് ഉണ്ട്, ആൻഡ് വൈറ്റ്, ഫുള്ളി വൈറ്റ് കോംബോ. അത്രയും കോമ്പിനേഷൻസിലാണ് ഈ സ്ട്രൈപ്സ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ, നല്ല ലുക്കാണ് കാണാനായിട്ട്. ദുപ്പട്ട ഇതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുക. അതിൽ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. ആൻഡ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ എംബ്രോയ്ഡറി ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. 1295 പ്രൈസ്. താങ്ക് യു.